ക്ലിയോപാട്രയുടെ ജീവിതകഥ വിവരിക്കുന്ന സീരീസിൻ്റെ അവസാന ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അലക്സാൻഡ്രിയയിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വിവാഹമാണ് നടക്കുന്നത്. മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയെ വിവാഹം ചെയ്യുന്നു. രണ്ടുപേരും അതിമനോഹരമായിട്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. റോമൻ ജനറലിൻ്റെ അതേ വേഷത്തിൽ തന്നെയാണ് മാർക്ക് ആൻ്റണി അവിടെ നിലകൊള്ളുന്നത്. അതേസമയം ക്ലിയോപാട്ര ധരിച്ചിരിക്കുന്നത് ഇസിസ് എന്ന ദേവതയുടെ വസ്ത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇസിസിൻ്റെ ഒരു പുനർജന്മമായിട്ടാണ് ക്ലിയോപാട്രയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. ക്ലിയോപാട്ര മാത്രമല്ല, അവിടെ ഭരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള എല്ലാ രാജ്ഞിമാരും ഇസിസിൻ്റെ പുനർജന്മമാണ്. അതിമനോഹരമായിട്ടുള്ള വിവാഹ ആഘോഷം തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്. ആളുകളെല്ലാം സന്തോഷത്തിലാണ്. അവരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കി മാറ്റി തീർക്കുന്നത് ആ വിവാഹ ചടങ്ങ് മാത്രമല്ല, ആ ചടങ്ങിന് ശേഷം നടത്തിയിട്ടുള്ള മാർക്ക് ആൻ്റണിയുടെ ഒരു പ്രസംഗമാണ്. വർഷങ്ങൾക്ക് മുൻപ് റോമാക്കാർ ഈജിപ്തിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സകല ടെറിട്ടറികളും ഈജിപ്തിന് തിരിച്ചു നൽകുന്നു. നേരത്തെ തന്നെ തിരിച്ചു നൽകിയതാണ്, പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ വിവരങ്ങൾ അറിയുന്നത്. അതിനു പുറമെ അയാൾക്ക് വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. സിസേറിയൻ ജൂലിയസ് സീസറിൻ്റെ മകനാണ്. അതുകൊണ്ട് തന്നെ റോമിന് മേൽ അയാൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു അധികാരം ഉള്ളതുമാണ്. കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞ് മാർക്ക് ആൻ്റണിയുടെ കാലശേഷം റോമൻ സാമ്രാജ്യം ഇനി ഭരിക്കാൻ പോകുന്നത് ഈ സിസേറിയനായിരിക്കും, ജൂലിയസ് സീസറിൻ്റെ മകനായിരിക്കും. ഈജിപ്റ്റ് കുറേ കൂടെ വളരുകയാണ്. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ചരിത്രം ഏകദേശം 3000 വർഷത്തെ ചരിത്രമാണ്. ഈ 3000 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയധികം വലിപ്പമുള്ള, ഇത്രയധികം ടെറിട്ടറികൾ അടക്കി ഭരിക്കുന്ന ഒരു ഈജിപ്റ്റ് ഉണ്ടായിട്ടില്ല. ക്ലിയോപാട്രയുടെ ഈ ഒരു കാലഘട്ടത്തിലാണ് ആ അത്ഭുതം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ മതിമറന്ന് ആഘോഷിക്കുകയാണ്. അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു വകയുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അവർക്ക് കൂടുതൽ സ്ഥലം ലഭ്യമാവുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഒരു ടാക്സ് മാത്രം അവർക്ക് അടച്ചാൽ മതി. ഈജിപ്റ്റ് കുറേ കൂടെ വലിയൊരു ശക്തിയായിട്ട് മാറുന്നതാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള റോമൻ സാമ്രാജ്യവുമായിട്ട് കൂടിച്ചേരുകയാണ്. രണ്ടും ഒരൊറ്റ രാജ്യമായിട്ട് മാറാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആരെയും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയൊരു യുദ്ധവും ഇവിടെ നടക്കുന്നതല്ല. ഒരു വാർത്ത അധികം വൈകാതെ തന്നെ റോമിലുണ്ടായിരുന്ന ഒക്ടേവിയനിൽ എത്തിച്ചേരുന്നുണ്ട്. അയാൾക്ക് ആദ്യമൊന്നും ഇത് വിശ്വസിക്കാൻ പോലും സാധ്യമായില്ല. അയാൾക്കെന്താ ഭ്രാന്താണോ? നമ്മൾ ഇത്രയും കാലം അടക്കി ഭരിച്ചിരുന്ന ആ ടെറിട്ടറികളെല്ലാം വെറുതെ ഒരു യുദ്ധവും നടക്കാതെ, ഒരു യുദ്ധത്തിലും തോക്കാതെ തന്നെ എഴുതി കൊടുത്തിരിക്കുന്നു. അതിനുള്ള അധികാരം തന്നെ അയാൾക്കുണ്ടോ? ശരിക്കും പറയുകയാണെങ്കിൽ മാർക്ക് ആൻ്റണിക്ക് ആ അധികാരം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുൻപ് നടത്തിയിട്ടുള്ള ഒരു സന്ധി സംഭാഷണത്തിൽ രാജ്യം 3ആയി പകുത്ത കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ദക്ഷിണ ഭാഗം, അതായത് ഈജിപ്റ്റ് നിൽക്കുന്ന ആ പ്രദേശങ്ങളൊക്കെ തന്നെയും മാർക്ക് ആൻ്റണിക്കാണ് ലഭ്യമായത്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ പോലും അവിടെ നിന്ന് കപ്പം ലഭ്യമാകുന്നുണ്ട് റോമിന്. ആ കപ്പം ശേഖരിക്കേണ്ട ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അത് നേടിയെടുക്കേണ്ടത് മാർക്ക് ആൻ്റണിയാണ്. മാർക്ക് ആൻ്റണിക്ക് വേണമെങ്കിൽ ചില ടെറിട്ടറികളൊക്കെ ഈജിപ്തിന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ അത് അയാളുടെ അധികാര പരിധിയിലുള്ള ടെറിട്ടറികൾ തന്നെ ആയിരിക്കണം. അങ്ങനെയുള്ള ടെറിട്ടറികൾ തന്നെയാണ് ഈജിപ്തിന് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സെനറ്റുമായിട്ട് ഇത് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഏകാധിപതി അല്ല, അല്ലെങ്കിൽ ഒരു രാജാവല്ല ശരിക്കും പറഞ്ഞാൽ മാർക്ക് ആൻ്റണി. ജനറലാണ്, ഒരു ഡിക്റ്റേറ്ററാണ്. കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് സെനറ്റുമായിട്ട് കൂടി ചേർന്നിട്ട് വേണം. സെനറ്റിൽ ധാരാളം സെനറ്റ് മെമ്പേഴ്സ് ഉണ്ട്. അവർ ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളാണ്. പൂർണ്ണമായിട്ടും റോമൻ പാരമ്പര്യത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു ഈജിപ്ഷ്യൻ ഏകാധിപതിയെ പോലെയാണ് മാർക്ക് ആൻ്റണി അവിടെ പെരുമാറിയത്. ഒക്ടേവിയനെ ഇത് വളരെയധികം വിഷമത്തിൽ ആഴ്ത്തുന്നുണ്ടെങ്കിൽ പോലും അവിടെ മറ്റൊരു സാധ്യത കൂടി അയാളുടെ മുൻപിൽ തെളിഞ്ഞു വരികയാണ്. മാർക്ക് ആൻ്റണിക്ക് റോമൻ സാമ്രാജ്യത്തിൽ ഒരുപാട് ആരാധകരുണ്ട്. അവർക്കൊക്കെ മാർക്ക് ആൻ്റണിയെ വലിയ കാര്യവുമാണ്. അത് ഇല്ലാതെയാക്കാൻ പറ്റിയൊരു അവസരമായിട്ട് അയാൾ ഇതെടുത്തു. മാർക്ക് ആൻ്റണിയെക്കുറിച്ച് ഒരുപാട് ഗോസിപ്പുകൾ പരത്താൻ തുടങ്ങി. ശരിക്കും ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യം തന്നെയില്ല. ഇവിടെ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം മതിയായിരുന്നു. പ്രധാനമായിട്ടും അവിടുത്തെ ടെറിട്ടറികൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അതിന് ഉപരിയായിട്ട് മറ്റൊരു വിവാഹം കൂടി ചെയ്തിട്ടുണ്ട്. റോമൻ നിയമങ്ങളനുസരിച്ച് ഒരാൾക്ക് ഒരേ സമയം 2 പേരെ വിവാഹം ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ അധികം വൈകാതെ തന്നെ ഒക്ടേവിയന് മറ്റൊരു വാർത്ത കൂടി കേൾക്കാൻ സാധിച്ചു. വിവാഹം ചെയ്തു എന്ന് മാത്രമല്ല, അയാൾ വിവാഹമോചനം നടത്തിയതായിട്ടും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്.
അതായത് ഒക്ടേവിയ ഇനി അയാളുടെ ഭാര്യയല്ല. എല്ലാം കൊണ്ടും ഒക്ടേവിയന് വലിയ രീതിയിലുള്ള ദേഷ്യമാണ് മാർക്ക് ആൻ്റണിയോട് ഇപ്പോഴുള്ളത്. പക്ഷേ മാർക്ക് ആൻ്റണിയെ നേരിട്ട് എതിർക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ആഭ്യന്തര യുദ്ധമായിരിക്കും റോമിൽ സംഭവിക്കുക. ഈ അടുത്തിടെ തന്നെ ഒരു സിവിൽ വാർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപാട് നാൾ നീണ്ടു നിന്നിട്ടുള്ള സന്ധി സംഭാഷണങ്ങൾക്കൊടുവിലാണ് ആ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. റോമൻ സാമ്രാജ്യത്തിന് ഇനിയൊരു ആഭ്യന്തര ലഹള കൂടി താങ്ങാനുള്ള കെൽപ്പില്ല. അത് റോമൻ സാമ്രാജ്യത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പ്രൊട്ടസ്റ്റുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മാർക്ക് ആൻ്റണിക്കെതിരെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ മാത്രമല്ലേ അതൊരു ആഭ്യന്തര യുദ്ധമായി മാറുകയുള്ളൂ. എല്ലാത്തിൻ്റെയും കുറ്റവാളിയായിട്ട് നമുക്ക് ഒരു ബലിയാടിനെ എടുത്താലോ? സാക്ഷാൽ ക്ലിയോപാട്രയെ ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരുപാട് തെളിവുകൾ അയാളുടെ പക്കലുണ്ട്. 2 റോമൻ ജനറൽസിനെയാണ് അവൾ വശീകരിച്ചിരിക്കുന്നത്. ആദ്യം സീസറിനെ, അതിൽ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. അതിനുശേഷം മാർക്ക് ആൻ്റണിയെ, അതിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവൾ ഒരു ദുർമന്ത്രവാദിയാണ്, അവൾക്ക് വശീകരണ ശക്തിയുണ്ട്. ആ വശീകരണ ശക്തി ഉപയോഗിച്ച് സീസറിനെയും മാർക്ക് ആൻ്റണിയെയും വശീകരിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു വാർത്ത, ഒരു പ്രൊപ്പഗണ്ട, അത് അയാൾ ആ രാജ്യം മുഴുവനും അടിച്ചിറക്കുകയാണ്. അതിനുവേണ്ടി അയാൾ ഒരു വലിയ സൈന്യത്തെ തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. ഇത് ശരിക്കും വലിയ രീതിയിൽ തന്നെ വർക്കൗട്ട് ആകുകയാണ്. നമുക്ക് ഈ ഒരു കാലഘട്ടം തന്നെ എടുക്കാം. ഈ കാലഘട്ടത്തിൽ പോലും വശീകരണത്തിലും ദുർമന്ത്രവാദത്തിലുമൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു കൂട്ടം ആളുകൾ തന്നെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അങ്ങനെയാണെങ്കിൽ ഒരു 2000 വർഷം മുമ്പുള്ള ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ദുർമന്ത്രവാദവും അന്ധവിശ്വാസവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അത് എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ ഒക്ടേവിയന് വലിയ രീതിയിൽ പ്രയാസപ്പെടേണ്ടിയൊന്നും വന്നില്ല. ആളുകൾ എല്ലാം തന്നെയും ക്ലിയോപാട്രയ്ക്കെതിരെ തിരിയുന്നുണ്ട്. ഇനിയും അവളെ തുടർന്നു പോകാൻ അനുവദിക്കുകയാണെങ്കിൽ ഇനിയുള്ള റോമക്കാരെയും അവൾ ആകർഷിക്കുന്നതാണ്, അവൾ വശീകരിക്കുന്നതാണ്. അതിലൂടെ റോമൻ സാമ്രാജ്യം തന്നെ ഇല്ലാതെയാക്കാൻ അവൾക്ക് സാധ്യമാകുന്നതുമാണ്. ഒക്ടേവിയൻ അങ്ങോട്ട് പറയാതെ തന്നെ സെനറ്റ് ഒക്ടേവിയനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് യുദ്ധം ചെയ്യുക, ഈജിപ്തിനെ കീഴടക്കുക, മാർക്ക് ആൻ്റണിയെയും ക്ലിയോപാട്രയെയും ഇവിടെ ജീവനോടെ തന്നെ തിരികെ കൊണ്ടുവരിക, എല്ലാവരുടെയും മുൻപിൽ പബ്ലിക്കായിട്ട് അവരെ എക്സിക്യൂട്ട് ചെയ്യുക. ഒക്ടേവിയന് സന്തോഷമായി. അയാൾ ആഗ്രഹിച്ച കാര്യം അയാളോട് സെനറ്റ് നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയുള്ളത് യുദ്ധത്തിൻ്റെ നാളുകളാണ്. ഈ ഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ തന്നെ ഒടുക്കം ഈ യുദ്ധം തന്നെയാണ്. ആദ്യത്തെ യുദ്ധം നടക്കുന്നത് ആറ്റിയത്തിലാണ്. ആറ്റിയം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഗ്രീസിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഒരു നേവൽ യുദ്ധമാണ്. അതായത് ഇത് സമുദ്രത്തിൽ നടന്നിട്ടുള്ള കപ്പലുകൾ തമ്മിലുള്ള ഒരു യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിനു വേണ്ടി വലിയ ഒരു കപ്പൽ പടയെ തന്നെ ആറ്റിയത്തിലേക്ക് എത്തിക്കാൻ ഒക്ടേവിയന് സാധ്യമാകുന്നുണ്ട്. അവിടേക്കുള്ള യാത്രയ്ക്ക് മുൻപ് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അവരാണ് യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളൊക്കെ മെനയുന്നത്. ക്ലിയോപാട്ര ആ രാജ്യത്തിലെ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആയതുകൊണ്ട് തന്നെ കൂടുതൽ അധികാരമുണ്ടായിരുന്നത് രാജ്ഞിക്കാണ്. കാരണം ഇവർ ഈജിപ്തിനെ പ്രതിനിധീകരിച്ചിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിംഗ് ഫോഴ്സ് ആയിട്ടാണ് ഇപ്പോൾ മാർക്ക് ആൻ്റണിയും അയാളുടെ സഖ്യവും ഉള്ളത്. പക്ഷേ ഈ ക്ലിയോപാട്രയോട് പല കമാൻഡർമാർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. കമാൻഡർമാരെല്ലാം തന്നെയും റോമാക്കാരാണ്. ആ റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അവർക്ക് പറ്റിയ പണിയല്ല ഈ പണി. അവർക്ക് രാജ്യം ഭരിക്കാനോ യുദ്ധം ചെയ്യാനോ ഉള്ള അറിവില്ല എന്ന് ഇവർ വിശ്വസിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് മുകളിലായിട്ട് സ്വരം ഉയർത്തി പറയുന്നത് തന്നെ ഒരു വലിയ തെറ്റായിട്ടാണ് അവർ കരുതി പോകുന്നത്. അപ്പോഴാണ് മാർക്ക് ആൻ്റണിയുടെ കീഴിലുള്ള റോമൻ പടയാളികളെ നിയന്ത്രിക്കുന്ന, എന്തിന് റോമൻ കമാൻഡേഴ്സിനെ വരെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് ക്ലിയോപാട്ര ഉയർന്നു വീഴുന്നത്. ക്ലിയോപാട്ര പറയുന്ന പല ആശയങ്ങളെയും ചില കമാൻഡർമാർ എതിർക്കുന്നുണ്ട്. അവർ ദേഷ്യപ്പെട്ട് ഷൗട്ട് ചെയ്തു തന്നെ ക്ലിയോപാട്രയോട് സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ മാർക്ക് ആൻ്റണിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. മാർക്ക് ആൻ്റണി നിർബന്ധിച്ച് ആ കമാൻഡേഴ്സിനെ കൊണ്ട് ക്ലിയോപാട്രയോട് മാപ്പ് പറയിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നാണം കെടേണ്ടി വന്ന കമാൻഡർമാർ അവർ അധികം നാളൊന്നും അവിടെ തുടർന്നു പോയില്ല. മാർക്ക് ആൻ്റണിയോട് അവർക്ക് ദേഷ്യമാണ് തോന്നിയത്. മാർക്ക് ആൻ്റണി ഇപ്പോൾ ഒരു റോമൻ ചക്രവർത്തിയെ പോലെ അല്ലെങ്കിൽ റോമൻ ഡിക്റ്റേറ്ററിനെ പോലെയൊന്നുമല്ല പെരുമാറുന്നത്. ഒരു ഫറവോയെ പോലെയാണ്, ഒരു ഈജിപ്ഷ്യൻ രാജാവിനെ പോലെയാണ്, ഒരു ഏകാധിപതിയെ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇയാളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്ന് അവർ മനസ്സിലാക്കി അവരവിടെ നിന്നും റോമിലേക്ക് തിരിക്കുകയാണ്, ഒക്ടേവിയൻ്റെ ഒപ്പം ചേർന്ന് മാർക്ക് ആൻ്റണിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട്. എന്നാലും ആ പടയുടെ നല്ലൊരു ശതമാനം ആളുകളും മാർക്ക് ആൻ്റണിയുടെ ഒപ്പം തന്നെ അവിടെ തുടർന്ന് പോകുന്നുണ്ട്.
മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയ്ക്ക് എല്ലാ വിധത്തിലുമുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ഒരു രാജാവ് എന്ന രീതിയിൽ തന്നെയാണ് മാർക്ക് ആൻ്റണി ക്ലിയോപാട്രയെ കാണുന്നത്. ഇപ്പോൾ മാർക്ക് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം റോമ മാത്രമല്ല അയാളുടെ രാജ്യം, ഈജിപ്തും അയാളുടെ രാജ്യം തന്നെയാണ്. അപ്പോൾ അവിടുത്തെ രാജാവ് അയാളുടെയും രാജാവാണ്, അയാളും ഒരു രാജാവാണ്. അയാളുടെ പ്രിയപ്പെട്ട ക്ലിയോപാട്ര, ആ ക്ലിയോപാട്രയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാർക്ക് ആൻ്റണിക്കും സ്വന്തമാണ്. അങ്ങനെ തന്നെയാണ് അയാൾ വിശ്വസിച്ച് പോന്നിരുന്നത്. ഒടുവിൽ യുദ്ധം ആരംഭിക്കുകയായി. യുദ്ധമുഖത്തേക്ക് 800 പടക്കപ്പലാണ് ക്ലിയോപാട്രയും മാർക്ക് ആൻ്റണിയും എത്തിക്കുന്നത്. രണ്ടുപേരും ആ പടക്കപ്പലുകളിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഫറോമാരായിട്ടുള്ള രാജ്ഞിമാർ അവർ ഒരിക്കലും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതല്ല. യുദ്ധത്തിനു വേണ്ട ഓർഡറൊക്കെ കൊടുത്തിട്ട് അവർ കൊട്ടാരത്തിൽ തന്നെ ഇരിക്കുകയാണ് പതിവ്. പക്ഷേ ക്ലിയോപാട്രയ്ക്ക് അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്ത് അവൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ട് മാർക്ക് ആൻ്റണിയോടൊപ്പം തന്നെ അവളും യുദ്ധമുഖത്തേക്ക് പോകുന്നുണ്ട്. ഈ 800 പടക്കപ്പലിൽ 600 എണ്ണം മാർക്ക് ആൻ്റണിയുടേതാണ്. അവശേഷിക്കുന്ന 200 എണ്ണം മാത്രമാണ് ക്ലിയോപാട്രയ്ക്കുള്ളത്. പക്ഷേ ഈ യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള സകല ഫിനാൻഷ്യൽ സപ്പോർട്ടും നൽകുന്നത് ക്ലിയോപാട്രയാണ്. ഒടുവിൽ യുദ്ധം ആരംഭിക്കുകയായി. യുദ്ധം ആരംഭിക്കുമ്പോൾ ഒക്ടേവിയൻ്റെ സഖ്യമാണ് ഏറ്റവും വലിയൊരു സഖ്യമായിട്ട് അവിടെ കാണപ്പെടുന്നത്. നിരവധി കപ്പലുകളുണ്ട്. ഇവരുടെ ഇരട്ടിയിലും അധികം കപ്പലുകൾ ഉണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒക്ടേവിയൻ്റെ പടക്കപ്പലുകൾ എല്ലാം തന്നെയും ഒരൊറ്റ റോയായിട്ടാണ് അവിടെ നിലകൊണ്ടത്. അതേസമയം മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. ഏറ്റവും മുൻനിരയിലായിട്ട് മാർക്ക് ആൻ്റണിയുടെ 600 കപ്പലുകൾ നിലകൊള്ളുന്നതാണ്. അതിൻ്റെ പിന്നിലായിട്ട് മാത്രമാണ് ക്ലിയോപാട്രയുടെ 200 കപ്പലുകൾ ഉള്ളത്. പക്ഷേ അത് ഒരു മണ്ടത്തരം തന്നെയായിരുന്നു, വലിയൊരു വീഴ്ചയായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ചരിത്രകാരന്മാർ ഇപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് ഈ നീക്കത്തെ കാണുന്നത്. അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു നീക്കമാണ്. പുറകിൽ നിൽക്കുന്ന ക്ലിയോപാട്രയ്ക്ക് ഒരിക്കലും ഏറ്റവും മുമ്പിലുള്ള അവരുടെ എതിരെ നിൽക്കുന്ന ഒക്ടേവിയൻ്റെ സഖ്യത്തെ ശരിക്കും കാണാൻ സാധിക്കുന്നതല്ല. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പോലും സാധിക്കുന്നതല്ല. മാത്രമല്ല മാർക്ക് ആൻ്റണിയുടെ കപ്പലുകളെല്ലാം വളരെ വലിപ്പമേറിയിട്ടുള്ള കുറച്ചുകൂടെ പവർഫുള്ളായിട്ടുള്ള കപ്പലുകൾ തന്നെയാണ്. പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് ഒരിടത്തു നിന്ന് സഞ്ചരിച്ച് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കുന്നതല്ല. അത് ഒട്ടും തന്നെ ഫ്ലെക്സിബിൾ അല്ല. പക്ഷേ കുറേ കൂടെ ഭാരക്കുറവുള്ള കുറച്ചുകൂടെ വലിപ്പക്കുറവുള്ള കപ്പലുകളാണ് ഒക്ടേവിയനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ഫ്ലെക്സിബിളാണ്. എവിടേക്ക് വേണമെങ്കിലും വളരെ വേഗതയിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. എണ്ണത്തിലും വളരെയധികം കപ്പലുകൾ ഒക്ടേവിയനുണ്ട്. വളരെ വേഗതയിൽ തന്നെ ഒക്ടേവിയൻ്റെ കപ്പലുകൾക്ക് മാർക്ക് ആൻ്റണിയുടെ കപ്പലിന് ചുറ്റുമായിട്ട് ഒരു വലയം സൃഷ്ടിക്കാൻ സാധ്യമായി. ആ വലയത്തിൻ്റെയും വെളിയിലായി പോവുകയാണ് ക്ലിയോപാട്രയുടെ കപ്പലുകൾ. കപ്പലുകൾ തമ്മിൽ ആശയവിനിമയം നടത്താനായിട്ട് ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്. ആ ബോട്ടുകൾ ഉപയോഗിച്ചിട്ട് മെസ്സഞ്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നതാണ്. യുദ്ധം ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ക്ലിയോപാട്രയ്ക്ക് മനസ്സിലാകുന്നില്ല. അധികം വൈകാതെ തന്നെ ഒരു മെസ്സഞ്ചർ ബോട്ട് അവിടേക്ക് വരുന്നുണ്ട്. ആ മെസ്സഞ്ചർക്ക് ഒരു ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു ക്ലിയോപാട്രയോട് പറയാനുണ്ടായിരുന്നത്. യുദ്ധത്തിൽ നമുക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. അവർ എണ്ണത്തിൽ വളരെയധികം കൂടുതലാണ്. അവരോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല. എപ്പോൾ വേണമെങ്കിലും പരാജയം സംഭവിക്കുന്നതാണ്. ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ക്ലിയോപാട്ര മുൻപിലേക്ക് പോയി യുദ്ധം ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അവിടെ നിന്നും പലായനം ചെയ്യുകയായിരുന്നു. മാർക്ക് ആൻ്റണി ഇതൊന്നും അറിയാതെ യുദ്ധമുഖത്ത് തന്നെ നിലകൊള്ളുകയാണ്. എന്നാൽ ക്ലിയോപാട്ര അവളുടെ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റന്മാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകി, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും അലക്സാൻഡ്രിയയിലേക്ക് എത്തിച്ചേരുക. അവളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ 200 കപ്പലുകളെയും സംരക്ഷിക്കുക എന്നതാണ്. ഈജിപ്തിനെയും റോമിനെയും വേർപ്പെടുത്തുന്നത് മെഡിറ്ററേനിയൻ സീ ആണ്. അപ്പോൾ അവിടെ ഇവർക്കൊരു നാവികസേന ഇല്ലെങ്കിലോ? വളരെ അനായാസമായിട്ട് തന്നെ റോമക്കാർക്ക് അലക്സാൻഡ്രിയ അല്ലെങ്കിൽ ഈജിപ്തിനെ കീഴടക്കാൻ സാധിക്കുന്നതാണ്. ഇവരുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ നേവിയാണ്. ആ നേവിയെ സംരക്ഷിക്കുക എന്നുള്ളത് അവിടുത്തെ ഫറവോ ആയിട്ടുള്ള ക്ലിയോപാട്രയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ പടക്കപ്പൽ സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. വളരെ വൈകിയാണ് ഈ വിവരം മാർക്ക് ആൻ്റണി അറിയുന്നത്. അയാൾക്കത് വിശ്വസിക്കാൻ പോലും സാധ്യമായില്ല. നിങ്ങൾ പറയുന്നത് കള്ളമാണ്, ക്ലിയോപാട്ര അങ്ങനെ ഒരു ചതി ഒരിക്കലും ചെയ്യുകയില്ല, ഞാനും ക്ലിയോപാട്രയും ഒന്നാണ്, ക്ലിയോപാട്രയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത്. മാർക്ക് ആൻ്റണിക്കെതിരെയല്ല യുദ്ധം, ക്ലിയോപാട്രയ്ക്കെതിരെ, ഈജിപ്തിനെതിരെയാണ് യുദ്ധം. പക്ഷേ ഒടുവിൽ അയാൾക്കത് ബോധ്യമാവുകയായിരുന്നു. ക്ലിയോപാട്ര പിന്മാറിയിരിക്കുന്നു, ഒരു വലിയ ചതി പറ്റിയിരിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ മാർക്ക് ആൻ്റണിയുടെ സഖ്യം തോൽക്കുകയാണ്.
അവശേഷിച്ച ഒരു ചെറിയ സഖ്യവുമായിട്ട് പടക്കപ്പലുകളുമായിട്ട് അയാൾ മടങ്ങി അലക്സാണ്ട്രിയയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിനുശേഷം വലിയൊരു വാഗ്വാദം തന്നെ ക്ലിയോപാട്രയും മാർക്ക് ആൻ്റണിയും തമ്മിൽ നടക്കുന്നുണ്ട്. നീ ചെയ്തത് വലിയൊരു ചതി തന്നെയാണ്. നിനക്ക് പോകുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് പറയാമായിരുന്നു. അതുതന്നെയല്ല, നിനക്കാരാണ് അങ്ങനെ പോകാനുള്ള അധികാരം തന്നത്? ഈ യുദ്ധത്തിൻ്റെ ജനറൽ ഞാനാണ്. നീ ഫറവോ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ യുദ്ധത്തിലുള്ള കാര്യങ്ങൾ, യുദ്ധം നടക്കുന്ന സമയത്ത് അത് തീരുമാനിക്കേണ്ടത് ജനറലാണ്. ജനറലോട് ഒന്നും പറയാതെ തന്നെ അവിടുന്ന് പോയത് വലിയൊരു തെറ്റായിപ്പോയി. ക്ലിയോപാട്രയ്ക്ക് മറുപടി ഉണ്ടായിരുന്നു, വ്യക്തമായ മറുപടി തന്നെ. എൻ്റെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ പ്രജകളെ, എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ്. ഞാനവിടെ തുടർന്ന് പോയതുകൊണ്ട് ഒരു കാര്യവുമില്ല. കാരണം എൻ്റെ സഖ്യം ഒരു ചെറിയ സഖ്യം മാത്രമാണ്. എൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ള നിങ്ങളുടെ സഖ്യത്തെ പരാജയപ്പെടുത്താൻ അവർക്ക് സാധ്യമായെങ്കിൽ എന്നെ അനായാസമായിട്ട് അവർ പരാജയപ്പെടുത്തുന്നതാണ്. ആ പരാജയത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ വിലപ്പെട്ട നാവികസേനയാണ്. ആ നാവികസേന ഇല്ലെങ്കിൽ ഒരിക്കലും ഈജിപ്തിന് നിലനിൽക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തിരികെ മടങ്ങിപ്പോയത്. രണ്ടുപേരും 2 വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ പ്രതിനിധികളാണ്. ഈജിപ്ഷ്യൻ സംസ്കാരമല്ല റോമൻ സംസ്കാരം. മാർക്ക് ആൻ്റണിയുടെ സംസ്കാരമല്ല ക്ലിയോപാട്രയുടെ സംസ്കാരം. ക്ലിയോപാട്ര മുൻവിധിയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കണ്ട് ചെയ്യുന്ന ആളാണ്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിലുള്ള ആളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഭയം തീരെ ഇല്ല എന്നതാണ്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ശരിക്കും അവർ ചിന്തിക്കാറ് പോലുമില്ല. യുദ്ധമുഖത്ത് തന്നെ മരണമടഞ്ഞ് വീഴുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം തന്നെ. അങ്ങനെ മരിക്കുന്നത് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമായിട്ട് അവർ കരുതി പോരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര മോശമായിട്ടുള്ളൊരു ഘട്ടമാണെങ്കിൽ പോലും ഇപ്രകാരം പിന്തിരിഞ്ഞു പോകാൻ റോമാക്കാരെ കിട്ടുകയില്ല. പക്ഷേ ഈജിപ്ഷ്യൻസ് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അവിടെ ധീരതയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. ആറ്റിയത്തിലെ യുദ്ധത്തിലെ വലിയ വിജയം ഒക്ടേവിയനെ കുറച്ചുകൂടെ ശക്തനാക്കി മാറ്റുകയാണ്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളാണ് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മാർക്ക് ആൻ്റണിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഒക്ടേവിയൻ ശക്തനായി മാറുന്നുമുണ്ട്. റോമാ സാമ്രാജ്യത്തിലുള്ള ആളുകൾ തന്നെ വിശേഷിപ്പിച്ചു ഒക്ടേവിയനാണ് ഏറ്റവും മിടുക്കനായിട്ടുള്ള പോരാളി. പക്ഷേ കഴിഞ്ഞ കുറേ അധികം വർഷത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാർക്ക് ആൻ്റണി ഒക്ടേവിയനേക്കാൾ മികച്ച ഒരു ജനറലാണെന്ന് നമുക്ക് പറയാം. ഇക്കൂട്ടത്തിൽ ഏറ്റവും മികച്ച ജനറൽ ശരിക്കും പറഞ്ഞാൽ സീസറാണ്. സീസർ കഴിഞ്ഞാൽ പിന്നെ മാർക്ക് ആൻ്റണിയാണ്. അതും കഴിഞ്ഞ് മാത്രമേ ഒക്ടേവിയൻ വരികയുള്ളൂ. ശരിക്കും ഒക്ടേവിയൻ ഈ ഒരു പിക്ചറിലേക്ക് വരുന്നത് തന്നെ സീസറിൻ്റെ മരണശേഷമാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ മാർക്ക് ആൻ്റണി ശക്തനായിട്ടുള്ള ഒരു ജനറലാണ്. അയാളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളതുമാണ്. ഇപ്പോൾ ചില പരാജയങ്ങൾ ഏറ്റുവാങ്ങി എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒക്ടേവിയന് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കൈയുണ്ട്. ആദ്യത്തെ യുദ്ധത്തിൽ വിജയിച്ചു എന്നത് മാത്രമല്ല, സമുദ്രത്തിൽ നിന്നും നാവികസേന പൂർണ്ണമായിട്ടും പിന്മാറിയിട്ടുണ്ട്. ഈജിപ്തിൻ്റെ ഒരു പടക്കപ്പൽ പോലും ഇപ്പോൾ യുദ്ധമുഖത്തില്ല. അതിൻ്റെ അർത്ഥം അവർക്ക് നേരിട്ടിപ്പോൾ അലക്സാണ്ട്രിയ ആക്രമിക്കാം എന്നതാണ്. പക്ഷേ ഒക്ടേവിയൻ അല്പം ബുദ്ധി ഇവിടെ കാണിക്കുന്നുണ്ട്. അയാൾ നേരിട്ട് അലക്സാണ്ട്രിയ ആക്രമിക്കുന്നില്ല. അയാൾക്കത് സാധിക്കുമായിരുന്നു. അതിനുള്ള ഒരു പട തന്നെ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാതെ അയാൾ മറ്റൊരു സ്ഥലത്തേക്കാണ് കപ്പലുമായിട്ട് എത്തിച്ചേരുന്നത്. അവരെത്തിച്ചേർന്നത് റോഡ്സിലാണ്. റോഡ്സ് അലക്സാണ്ട്രിയയിൽ നിന്നും വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അവരുടെ പദ്ധതി എന്ന് പറയുന്നത് റോഡ്സിലൂടെ കരമാർഗം അലക്സാണ്ട്രിയയിൽ എത്തിച്ചേരുക. പക്ഷേ സിറിയ എന്ന ഒരു വലിയ പ്രദേശം അവർക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ എന്തിനാണ് അവർ വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്? അവരുടെ ഈ പട തന്നെ ഒരു വലിയ പടയാണ്. അന്നുവരെ റോമൻ സാമ്രാജ്യം സൃഷ്ടിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പടയാണ്. ഇതിനു മുൻപ് ഒരിക്കലും ഇത്രയും വലിയൊരു പടയുമായിട്ട് ഒരു റോമൻ ചക്രവർത്തിയും യുദ്ധത്തിന് പോയിട്ടില്ല. ഈ യുദ്ധത്തിലൂടെ അവർക്ക് ഉറപ്പിക്കണമായിരുന്നു മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയും ഇനി ഭൂലോകത്ത് ഉണ്ടാകാൻ പാടില്ല എന്ന്. ഈജിപ്റ്റ് പൂർണ്ണമായിട്ടും റോമൻ സാമ്രാജ്യത്തിൻ്റെ അടിയിൽ വരണം. റോമൻ സാമ്രാജ്യത്തിന് ഏറ്റവും വലിയ ഒരു അസറ്റായിട്ട് ഈജിപ്റ്റ് മാറുന്നതാണ്. കാരണം ഈജിപ്റ്റ് സാമ്പത്തികമായിട്ടും സുസ്ഥിരതയിൽ നിൽക്കുന്ന ഒരു വലിയ രാജ്യമാണ്, വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. പക്ഷേ റോമാ സാമ്രാജ്യത്തിൻ്റെ അത്രയും വലിയ ഒരു സൈന്യമൊന്നും ഈജിപ്തിനില്ല. എന്നാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്ന തലങ്ങളിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ 3000 വർഷമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ സിവിലൈസേഷൻ തന്നെയാണ്. ഈ വളഞ്ഞ വഴിയിലൂടെ പോകുന്നതിലൂടെ അവർക്ക് 1-2 നേട്ടങ്ങളുണ്ട്, അല്ലെങ്കിൽ 1-2 ലക്ഷ്യങ്ങളുണ്ട്. കോൺസ്പിറസി തിയറികൾ ഉണ്ടാക്കുക എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം. ക്ലിയോപാട്ര ഒരു ദുർമന്ത്രവാദിയാണ്. അവൾ ആളുകളെ വശീകരിക്കുന്നു, പ്രത്യേകിച്ചും പുരുഷന്മാരെ വശീകരിക്കുന്നു. അങ്ങനെ വശീകരിച്ച് ഈ ലോകത്തെ തന്നെ കീഴടക്കാൻ അവൾക്ക് സാധിക്കുന്നതാണ്.
അതിനു മുൻപ് അവളെ വകവരുത്തുക. ഈ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ ഭൂഭാഗത്തു നിന്നും അവർ അലക്സാണ്ട്രിയയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ യാത്രക്കിടയിൽ അവർ പല കമാൻഡർമാരെയും കാണുന്നുണ്ട്. ആ ഭൂഭാഗം ഭരിക്കുന്ന കമാൻഡർമാർ, ആ കമാൻഡർമാരെല്ലാം ഇവരുടെ ഭാഗമാകുന്നു. അങ്ങനെ ഓരോ പ്രദേശവും കീഴടക്കി ഇവർ നടന്നടക്കുമ്പോൾ അവരുടെ സൈന്യം തന്നെ വലിയൊരു സൈന്യമായിട്ട് മാറുകയാണ്. സഞ്ചരിക്കും തോറും വലിപ്പം വയ്ക്കുന്ന ഒരു വലിയ സൈന്യം. വലിയ ഒരു അപകടം തന്നെയാണ് ക്ലിയോപാട്രയെയും മാർക്ക് ആൻ്റണിയെയും കാത്തിരിക്കുന്നത്. മാർക്ക് ആൻ്റണി വലിയൊരു ഡിപ്രഷനിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആക്ടിയത്തിലെ തോൽവി അത് വലിയൊരു തോൽവി തന്നെയായിരുന്നു. അയാളുടെ സൈന്യത്തിൻ്റെ വലിയൊരു ഭാഗവും ഇല്ലാതെ ആയിരിക്കുന്നു. അവശേഷിക്കുന്നത് ഒരു ചെറിയ ട്രൂപ്പ് മാത്രമാണ്. അതിനു പുറമെ ക്ലിയോപാട്രയോടുള്ള വിശ്വാസവും അയാൾക്ക് നഷ്ടമായിരിക്കുകയാണ്. ക്ലിയോപാട്രയോട് സംസാരിക്കാൻ പോലും അയാൾ കൂട്ടാക്കുന്നില്ല. നേരെ മറിച്ച് ക്ലിയോപാട്രയ്ക്കും അപ്രകാരം തന്നെയാണ്. ക്ലിയോപാട്ര മുൻപ് കരുതിയിരുന്നത് മാർക്ക് ആൻ്റണി അതിശക്തനായിട്ടുള്ള ഒരു പോരാളിയാണെന്നാണ്. പക്ഷേ ഒരു കനത്ത പരാജയം നേരിടേണ്ടി വന്നിരിക്കുകയാണ്. മാർക്ക് ആൻ്റണി കരുതിയിരുന്നത് തന്നോട് എപ്പോഴും ഒരുപോലെ തന്നെ നിലയുറച്ച് നിൽക്കുന്ന, വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു രാജ്ഞിയാണ് ക്ലിയോപാട്ര എന്നാണ്. എന്നാൽ ആ വിശ്വാസത്തിലും ഇപ്പോൾ വിള്ളലുകൾ വീണിരിക്കുകയാണ്. അങ്ങനെ പരസ്പരം സംസാരിക്കാതെ അയാൾ എന്നെ ചതിക്കുമോ അല്ലെങ്കിൽ അവൾ എന്നെ ചതിക്കുമോ എന്ന ചോദ്യങ്ങളുമായി അവർ രണ്ടുപേരും കഴിച്ചുകൂട്ടിയ ഒരു കാലഘട്ടം തന്നെയാണ്. ഈ സമയം ക്ലിയോപാട്ര ഒരു കത്ത് ഒക്ടേവിയന് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് മാർക്ക് ആൻ്റണി അറിയുന്നില്ല. രഹസ്യമായിട്ടാണ് അഡ്വൈസേഴ്സ് വഴി അത് അവിടെ എത്തിക്കുന്നത്. ഞങ്ങളുടെ ഈജിപ്റ്റ് നിങ്ങൾക്കെടുക്കാം, ഒരു യുദ്ധത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷേ എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ പ്രിയപ്പെട്ട മാർക്ക് ആൻ്റണിയെയും വെറുതെ വിടണം. അതിന് മറുപടിയായിട്ട് കത്തൊന്നും അവിടെ നിന്ന് വന്നില്ല. പക്ഷേ ഒരാൾ നേരിട്ട് തന്നെ അവിടെ എത്തിച്ചേരുകയുണ്ടായി, അംബാസഡറായിട്ട്. അയാൾക്ക് ക്ലിയോപാട്രയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമായിരുന്നു. രണ്ടുപേരും രഹസ്യമായിട്ട് തന്നെയാണ് ആ സംഭാഷണത്തിൽ ഏർപ്പെട്ടത്. ഈ കാര്യമൊന്നും മാർക്ക് ആൻ്റണി അറിയുന്നില്ല. അയാൾക്ക് പറയാനുണ്ടായിരുന്നത്, നിങ്ങൾ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയാണ്, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഒരു ചെറിയ കണ്ടീഷനാണ്, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. മാർക്ക് ആൻ്റണിയെ നിങ്ങൾ കൊല്ലുക. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയും നിങ്ങൾക്ക് സുഖകരമായിട്ട് ജീവിക്കാം. നിങ്ങളെ അന്വേഷിച്ച് വേറെ ആരും അവിടേക്ക് വരുന്നതായിരിക്കേയില്ല. ക്ലിയോപാട്ര എന്തായിരിക്കും അപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക? ഭരണം നിലനിർത്താൻ വേണ്ടി സ്വന്തം അനിയത്തിയെ കൊന്നതാണ്. ഭർത്താക്കന്മാരായ തൻ്റെ അനിയന്മാരെ കൊന്നിട്ടുള്ളതാണ്. അതിലൊരാൾ തീരെ കുഞ്ഞായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി മാർക്ക് ആൻ്റണിയെ കൊല്ലാതിരിക്കുമോ? കൊന്നുകഴിഞ്ഞാൽ അവർക്ക് ഈ യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഭാവിയിൽ തൻ്റെ മക്കൾക്ക് ഈജിപ്തിലെ രാജാവോ റാണിയോ ഒക്കെ ആയിട്ട് മാറാൻ സാധിക്കുന്നതുമാണ്. പക്ഷേ ക്ലിയോപാട്ര നേരെ മറിച്ചാണ് ചിന്തിച്ചത്. മാർക്ക് ആൻ്റണിയെ ഒരിക്കലും കൊന്നുകളയാൻ സാധിക്കുന്നതല്ല. മാർക്ക് ആൻ്റണിയെ തനിക്ക് വേണം. തൻ്റെ പ്രിയപ്പെട്ടവനാണ് മാർക്ക് ആൻ്റണി. പ്രണയം കൊണ്ട് മാത്രമല്ല അത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തതെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ മാർക്ക് ആൻ്റണിയെ കൊന്നുകളയുകയാണെങ്കിൽ റോമാക്കാർക്ക്, സെനറ്റുകാർക്ക് വലിയ രീതിയിലുള്ളൊരു വെറുപ്പായിരിക്കും ക്ലിയോപാട്രയോട് തോന്നുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാർക്കും ഒരു റോമാക്കാരനെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊല്ലുന്നത് അവർക്കൊട്ടും സഹിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ കൊന്നിട്ടുള്ളവരെ അവർ വെറുതെ വിടുകയുമില്ല. അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് അവൾ തീരുമാനിക്കുകയായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിൽ നമുക്ക് വ്യക്തതയൊന്നുമില്ല. അംബാസഡറിനോട് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തോട് ഒട്ടും താല്പര്യമില്ല, യുദ്ധം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അവൾ നേരെ പോകുന്നത് മാർക്ക് ആൻ്റണിയെ കാണാൻ വേണ്ടിയാണ്. ഇത്തരത്തിൽ ഒരു ആവശ്യവുമായിട്ട് ഒരു അംബാസഡർ ഇവിടെ എത്തിച്ചേർന്ന കാര്യം മാർക്ക് ആൻ്റണിയോട് പറയുന്നുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ക്ലിയോപാട്ര മാർക്ക് ആൻ്റണിയെ ഇപ്പോൾ വന്ന് കണ്ടിരിക്കുന്നത്. അത് ഇങ്ങനൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. മാർക്ക് ആൻ്റണി ആദ്യം കരുതിയത് തന്നെ കൊന്നുകളയാൻ തന്നെ ക്ലിയോപാട്ര തീരുമാനിച്ചു എന്നാണ്. അത് മാർക്ക് ആൻ്റണി തുറന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ടാണോ നീ എന്നോട് ഇപ്പോൾ സംസാരിക്കാൻ വന്നത്? നിനക്ക് വേണ്ടത് എൻ്റെ തലയാണോ? ക്ലിയോപാട്ര പറഞ്ഞു, ആ കാര്യം നടക്കുകയില്ല എന്ന് പറഞ്ഞ് അംബാസഡറിനെ ഞാനിപ്പോൾ പറഞ്ഞു വിട്ടതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മാർക്ക് ആൻ്റണി. എൻ്റെ കുഞ്ഞുങ്ങളോളം തന്നെ എനിക്ക് താല്പര്യമുള്ള വ്യക്തിയാണ്. നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ സംഭാഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മാർക്ക് ആൻ്റണി അവിടെ നിന്നും ചാടി ഇറങ്ങുന്നുണ്ട്. അയാളുടെ ലക്ഷ്യം ആ അംബാസഡറാണ്, അയാളെ കണ്ടെത്തുക എന്നതാണ്. അധികം വൈകാതെ തന്നെ അംബാസഡറിനെ കണ്ടെത്താൻ അയാൾക്ക് സാധ്യമായി. അയാളെ അടിച്ച് നിലത്തിടുന്നുമുണ്ട്. ധൈര്യമായിട്ട് എന്നോട് നേരിട്ട് യുദ്ധം ചെയ്ത് കൊല്ലുക, അല്ലാതെ ഇത്തരത്തിൽ പിൻവാതിലൂടെ കൊല്ലാൻ പാടില്ല.
അത് യഥാർത്ഥ ഒരു റോമാക്കാരന് ചേർന്ന പ്രവൃത്തിയല്ല എന്ന് ഒക്ടേവിയനെ അറിയിക്കാനും അയാൾ മുതിരുന്നുണ്ട്. തീർച്ചയായിട്ടും യുദ്ധം ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും. ഒക്ടേവിയന് ഇത് വലിയൊരു ഇൻസൾട്ട് തന്നെയാണ്. അയാളുടെ അംബാസഡറെയാണ് തല്ലി നിലത്തിട്ടത്. അയാളുടെ മുഖത്തു നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ചോരയും ഒലിപ്പിച്ചുകൊണ്ട് വരുന്ന അംബാസഡറിനെ കാണുമ്പോൾ ഒക്ടേവിയന് വലിയ രീതിയിലുള്ള ഒരു ദേഷ്യമാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ അലക്സാൻഡ്രിയയിൽ എത്തിച്ചേരുക, അയാളുടെ തലയിറക്കുക. പക്ഷേ ആ തലയിറക്കുന്നതിന് മുൻപ് റോമൻ സാമ്രാജ്യത്തിൽ അയാളെ വലിച്ചിഴച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ആ കാഴ്ച കണ്ട് മാർക്ക് ആൻ്റണിയോട് ഒരു റോമാക്കാർക്കും സഹതാപം തോന്നാൻ പാടില്ല. അത്തരത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചതിന് ശേഷമായിരിക്കണം ആ പ്രവൃത്തി ചെയ്യാൻ. അതിനൊക്കെ ശേഷം മാത്രം അയാളുടെ കഴുത്തറുത്ത് മാറ്റുക. ഈ ഒരു ദൃഢപ്രതിജ്ഞയോടുകൂടി തന്നെ അവർ സഞ്ചാരം തുടരുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അവിടുത്തെ കമാൻഡർമാരെ സറണ്ടർ ചെയ്യിപ്പിക്കുന്നുണ്ട്. വലിയൊരു സഖ്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ക്ലിയോപാട്ര വലിയൊരു ആഘോഷം തന്നെ അലക്സാൻഡ്രിയയിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെലിബ്രേഷൻ തന്നെയാണ്. അതിനെല്ലാം ഉപരിയായിട്ട് ഡിപ്രഷനിൽ അകപ്പെട്ടിരിക്കുന്ന മാർക്ക് ആൻ്റണിക്ക് ഒരു ആശ്വാസമേകുക, അയാളുടെ താഴ്ന്നു നിൽക്കുന്ന മൊറാലെ ഉയർത്തിക്കൊണ്ടുവരിക. അയാളുടെ മാത്രമല്ല ആ സൈന്യത്തിൻ്റെ, ആ രാജ്യത്തിൻ്റെ തന്നെ ഊർജം ഉയർത്തിക്കൊണ്ടുവരിക. കനത്ത പരാജയമാണ് ആക്ടിയത്തിൽ നേരിടേണ്ടി വന്നത്. അതെല്ലാം മറന്ന് യുദ്ധത്തിന് സജ്ജരാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ക്ലിയോപാട്ര ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളിലേക്ക് കടക്കുന്നത്. ആഘോഷം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് അഡ്വൈസേഴ്സ് ധൃതി പിടിച്ച് അവളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവർക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് അറിയിക്കാനുണ്ടായിരുന്നത്. പെലൂസിയം അലക്സാൻഡ്രിയയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്. ആ പ്രദേശം ഭരിക്കുന്നത് പെലൂസിയത്തിലെ ഒരു കമാൻഡറാണ്. ഇവിടെ നിന്ന് അങ്ങ് സിറിയ വരെയും വ്യത്യസ്തരായിട്ടുള്ള കമാൻഡേഴ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കെല്ലാം തന്നെയും ഈജിപ്തുമായിട്ട് ഒരു സ്നേഹബന്ധമാണുള്ളത്. ഈജിപ്തിൻ്റെ ഒരു അലയൻസ് തന്നെയാണ് അവർ. പക്ഷേ പെലേസിയത്തിലെ കമാൻഡർ കീഴടങ്ങിയിരിക്കുന്നു, യുദ്ധം ചെയ്യാതെ തന്നെ. അയാൾ ആ ഒരു പടയുടെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഈ വന്ന വഴിയിലുള്ള ആളുകളെല്ലാം തന്നെയും ഈ പടയുടെ ഭാഗമായി മാറി. അത് വലിയൊരു സഖ്യമായി മാറിയിട്ടുണ്ട്. ആ സഖ്യം എപ്പോൾ വേണമെങ്കിലും അലക്സാൻഡ്രിയയിലേക്ക് എത്തിച്ചേരാം. ഇനി മണിക്കൂറുകൾ മാത്രം ഒരു വലിയ യുദ്ധം അലക്സാൻഡ്രിയ നേരിടാൻ പോവുകയാണ്. ക്ലിയോപാട്രയ്ക്ക് ദേഷ്യമാണ് തോന്നിയത്. ആദ്യം ഒക്ടേവിയനെ വകവരുത്തുക, അതിനുശേഷം പെലേസിയം കമാൻഡർ. അയാൾ പിന്നീട് ഈ ഭൂലോകം കാണാൻ പാടില്ല. അയാളെ ഇല്ലായ്മ ചെയ്യണം. ചതിച്ച എല്ലാ കമാൻഡർമാരെയും തെരഞ്ഞു പിടിച്ച് വകവരുത്തണം. ഈ കാര്യം അവൾ മാർക്ക് ആൻ്റണിയോട് പറയുന്നുണ്ട്. മാർക്ക് ആൻ്റണി പറഞ്ഞു, അവർ വലിയൊരു പടയാണ്, നമുക്ക് അവരെ എതിർക്കാൻ സാധ്യമാകുമോ? ഞാൻ ഫറവോയാണ്. ഫറവോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവാണ്. രാജാവ് മാത്രമല്ല, ഇവിടുത്തെ ദൈവം തന്നെയാണ്. ദൈവത്തിന് എത്ര വലിയ പട വന്നാലും അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്, അതിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ദൈവം മാത്രമാണ്. നമ്മൾ ഉറപ്പായിട്ടും ഈ യുദ്ധം വിജയിച്ചിരിക്കും. ആ യുദ്ധം വിജയിക്കേണ്ടത് ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷന് തന്നെ ആവശ്യമാണ്, ഈ നാടിൻ്റെ ആവശ്യമാണ്. ഈ കാര്യങ്ങൾ മാർക്ക് ആൻ്റണിയോട് പറയുന്ന സമയത്ത് അവൾക്ക് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമല്ല, അതിനും ഉപരിയായിട്ട് തൻ്റെ മക്കളെ ഒക്ടേവിയന് കണ്ടെടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസമാണ്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വളരെ വിശ്വസ്തരായിട്ടുള്ള കൊട്ടാരത്തിലെ ആളുകളോടൊപ്പം തൻ്റെ മക്കളെ പറഞ്ഞു വിട്ടത്. അത് ശരിക്കും വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇനി ഒരിക്കലും മക്കളെ ഒരുപക്ഷെ കാണാൻ സാധിച്ചു എന്ന് വരികയില്ല. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് അവളുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യം പാലിക്കേണ്ടതായിട്ടുണ്ട്. കണ്ണീരോടുകൂടി തന്നെയാണ് തൻ്റെ 4 മക്കളെയും യാത്ര അയക്കുന്നത്. ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ് മാർക്ക് ആൻ്റണിയോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. യുദ്ധത്തിന് വേണ്ടി സജ്ജമാവുകയാണ് അടുത്ത ദിവസം. അവരുടെ പക്കൽ വലിയൊരു പടയൊന്നുമില്ല, പക്ഷേ ഉള്ള പടയ്ക്ക് ഒരു നേട്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈജിപ്തിലുള്ള ആളുകൾക്കെല്ലാം തന്നെയും റോമാക്കാരോട് വെറുപ്പാണ്. ആ വെറുപ്പിൻ്റെ പുറത്ത് അവർ കുറച്ചുകൂടി ശക്തരായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. കഴിഞ്ഞ 3000 കൊല്ലമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈജിപ്ത് കടന്നു പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ അവിടെയുള്ള പ്രജകൾക്കുണ്ട്. പക്ഷേ റോമാക്കാർ ഇവിടെ ആക്രമിക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രദേശം കീഴടക്കുകയാണെങ്കിൽ റോമാക്കാരുടെ അടിമകളായിട്ട് അവർക്ക് കഴിഞ്ഞു പോകേണ്ടതാണ്.
അതൊരു സാധാരണ ഈജിപ്ഷ്യനെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ജീവൻ മറന്ന് പോരാടുമെന്ന് ക്ലിയോപാട്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ അതിനുപരിയായിട്ട് ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഇവർക്കുണ്ടായിരുന്നു. അതിലേറ്റവും വലുത് ചെറിയൊരു സഖ്യമാണെന്നുള്ളതാണ്. അവർക്ക് എതിരിടേണ്ടത് ഒരു വലിയ സഖ്യത്തെയുമാണ്. യുദ്ധത്തിന് മാർക്ക് ആന്റണിയും കൂട്ടരും പുറപ്പെട്ടു. ക്ലിയോപാട്ര ആ ഒരു കോട്ടയുടെ ഉള്ളിൽ തന്നെയാണ് നിലനിന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും സാധ്യമാകുന്നില്ല. ഈജിപ്തിൻ്റെ അവസാനം അത് തൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുന്നതാണോ? വലിയൊരു പാരമ്പര്യം തന്നെയാണ് തങ്ങൾക്കുള്ളത്. ആ പാരമ്പര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഭയം അവളുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറിയത്. അത് ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈജിപ്തിനെ വൾണറബിൾ ആക്കുന്ന ഒരു ഘടകമുണ്ട്. അലക്സാൻഡ്രിയയിലേക്ക് എത്തിച്ചേരുന്ന വാട്ടർ സപ്ലൈ. ആ വാട്ടർ സപ്ലൈ വെളിയിൽ നിന്നാണ് എത്തിച്ചേരുന്നത്. ആ വെള്ളം വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വിഷം ചേർക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വൈസേഴ്സ് വഴി ഈ ജലം വരുന്ന ഭാഗങ്ങളിലെല്ലാം ഗാർഡ്സിനെ പ്രത്യേകമായിട്ട് നിയമിക്കാനുള്ള ഉത്തരവ് ക്ലിയോപാട്ര കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, യുദ്ധമുഖത്തേക്ക് ജലവും മറ്റ് ആവശ്യ വസ്തുക്കളുമൊക്കെ എത്തിക്കാനുള്ള സപ്ലൈ ചെയിൻ അവരുടെ പക്കലില്ല. അതിന് ആവശ്യമായിട്ടുള്ള ആളുകളില്ല എന്നതാണ് വാസ്തവം. അത്യാവശ്യം ആരോഗ്യമുള്ള എല്ലാവരും തന്നെ യുദ്ധത്തിൽ ഇപ്പോൾ പങ്കെടുത്തിരിക്കുകയാണ്. ഇവിടെ അവശേഷിക്കുന്നത് പ്രായമുള്ള ആളുകളും കുട്ടികളും പിന്നെ സ്ത്രീകളും മാത്രമാണ്. ഇത് നടക്കുന്നത് അലക്സാൻഡ്രിയയുടെ ഉള്ളിലല്ല, അലക്സാൻഡ്രിയയുടെ വെളിയിലാണ്. പെലൂസ്യത്തിനും അലക്സാൻഡ്രിയയ്ക്കും ഇടയിലുള്ള ഒരു ചെറിയ പ്രദേശത്താണ്. എതിരാളികൾ അലക്സാൻഡ്രിയയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ മാർക്ക് ആന്റണിയും സഖ്യവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർക്ക് ഒരു മുൻകൈ കിട്ടുകയും ചെയ്തു. കാരണം യുദ്ധം നടക്കുന്നത് അലക്സാൻഡ്രിയയുടെ ഉള്ളിലാണെങ്കിൽ അലക്സാൻഡ്രിയയ്ക്ക് അല്ലെങ്കിൽ ഈജിപ്തിന് കനത്ത നാശനഷ്ടങ്ങളായിരിക്കും സംഭവിക്കുക. ആ യുദ്ധത്തിൽ ഒരു ചെറിയ പരാജയം സംഭവിച്ചാൽ പോലും അനായാസമായിട്ട് കോട്ട മറികടന്ന് അലക്സാൻഡ്രിയയുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ഒക്ടേവിയൻ്റെ സഖ്യത്തിന് സാധിക്കുന്നതാണ്. ശക്തമായിട്ടുള്ളൊരു പോരാട്ടം തന്നെയാണ് അവിടെ നടന്നത്. മാർക്ക് ആന്റണി ശക്തനായിട്ടുള്ളൊരു പോരാളിയാണ്. അയാൾ നേരിട്ട് തന്നെ യുദ്ധമുഖത്ത് ഇറങ്ങുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും നിരവധി ആളുകളെ കൊന്നൊടുക്കുകയും ചെയ്തു. ആദ്യഘട്ട യുദ്ധത്തിന് ശേഷം മാർക്ക് ആന്റണി പിന്നീട് മടങ്ങി വരുന്നുണ്ട്. ക്ലിയോപാട്രയെ വന്ന് കാണുന്നുമുണ്ട്. രക്തമൊലിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മാർക്ക് ആന്റണി അവിടെ എത്തിച്ചേരുന്നത്. യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഒരു പക്ഷേയുണ്ട്. എന്താണ് ആ പക്ഷേ? പക്ഷേ വലിയൊരു നാശനഷ്ടം തന്നെ അവരുടെ സഖ്യത്തിന് സംഭവിച്ചിരിക്കുകയാണ്. ഒക്ടേവിയൻ്റെ ചെറിയൊരു സഖ്യവുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ പോരാടേണ്ടി വന്നത്. ആ സഖ്യത്തെ നാമാവശേഷമാക്കാനായിട്ട് ഇവർക്ക് സാധ്യമായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേർ മരണമടഞ്ഞിരിക്കുന്നു. ഒക്ടേവിയൻ്റെ വലിയൊരു സഖ്യം ബാക്കിയുണ്ട്. അവർ വീണ്ടും ആക്രമിക്കുന്നതാണ്. രണ്ടാമത്തെ ഘട്ടം അധികം വൈകാതെ തന്നെ ഇവിടെ ആരംഭിക്കുന്നതുമാണ്. ക്ലിയോപാട്ര മറുപടിയായി പറയുന്നത്, ഈ ആദ്യഘട്ടം അതൊരു തുടക്കം മാത്രമാണ്. തുടക്കത്തിൽ നേടിയ വിജയം നമുക്ക് ഇനിയും ആവർത്തിക്കാൻ സാധിക്കുമെന്നാണ്. അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ ഘട്ട യുദ്ധവും ആരംഭിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മാർക്ക് ആന്റണി ഒരു അതിബുദ്ധി കാണിക്കുന്നുണ്ട്. ഒരു വലിയ കപ്പൽ പടയുമായിട്ടാണ് ഒക്ടേവിയൻ എത്തിച്ചേർന്നത്. ആ കപ്പലുകളൊക്കെ ഇപ്പോഴും സമുദ്രത്തിൽ തന്നെ ഉണ്ട്. ആ കപ്പലിൽ അധികം സൈനികരൊന്നുമില്ല. അവരിൽ മിക്ക ആളുകളും ഇപ്പോൾ ഈ യുദ്ധമുഖത്താണ് ഉള്ളത്. കപ്പലുകൾ അങ്ങ് പുറംകടലിൽ നങ്കൂരമിട്ട് കിടക്കുകയാണ്. അവിടേക്ക് ഒരു പട നയിച്ചു പോയാലോ? ഇവിടെ ഒരു വിഭാഗം യുദ്ധം ചെയ്യട്ടെ, മറ്റൊരു വിഭാഗം അവരുടെ അവശേഷിക്കുന്ന 200ഓളം വരുന്ന പടക്കപ്പലുകൾ അവിടേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടെ നങ്കൂരമിട്ടിരിക്കുന്ന പടക്കപ്പലുകളെ ആക്രമിച്ച് കീഴടക്കുന്നു. അവിടെ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒക്ടേവിയൻ ഇവിടെ നിന്നും പിന്മാറി അവിടേക്ക് പോകുന്നതാണ്. അവിടെ ഒരു കനത്ത നാശനഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഒക്ടേവിയന് അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. റോമാക്കാരുടെ കുറേയധികം കപ്പലുകൾ അവിടെ ഉണ്ടെങ്കിലും സൈനികർ വളരെ കുറവായതുകൊണ്ട് അനായാസമായിട്ട് തന്നെ ക്ലിയോപാട്രയുടെ പടക്കപ്പലുകൾക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രതീക്ഷയും വെച്ചിട്ടാണ് ഇങ്ങനെ ഒരേ സമയം 2 യുദ്ധത്തിൽ മാർക്ക് ആന്റണി ഏർപ്പെടുന്നത്. യുദ്ധത്തിൻ്റെ ഇടയിൽ മാർക്ക് ആന്റണിക്ക് ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. അയാളെ ഞെട്ടിപ്പിക്കുന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു. യുദ്ധത്തിൽ പരാജയം സംഭവിച്ചിരിക്കുന്നു, നാവികസേനയെ അട്ടിമറിച്ചിരിക്കുന്നു. വലിയൊരു സൈന്യവുമായിട്ടാണ് അവിടേക്ക് പുറപ്പെട്ടത്. ആ 200 പടക്കപ്പലുകളും പിടിച്ചെടുത്തിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയം. അത് മാർക്ക് ആന്റണിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. അയാൾ കരുതിയതുപോലെ ചെറിയൊരു സൈന്യം മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. താരതമ്യേന വലിപ്പമുള്ള ഒരു സൈന്യം തന്നെയാണ്. അവർക്ക് അനായാസം തന്നെ ഈ 200 പടക്കപ്പലുകളെ കീഴടക്കാൻ സാധിച്ചു. ഒട്ടും വൈകിയില്ല,
രണ്ടാമത്തെ തിരിച്ചടിയും ക്ലിയോപാട്രയുടെ സഖ്യം നേരിടുന്നുണ്ട്. അലക്സാണ്ട്രിയയിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് ഒക്ടേവിയൻ്റെ സഖ്യം. ഒട്ടും തന്നെ വൈകാതെ അവർ ആ ഒരു കോട്ട ഭേദിച്ച് ആ കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുമുണ്ട്. ക്ലിയോപാട്രയ്ക്ക് അത് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായിട്ടുള്ളൊരു കോട്ട തന്നെയാണ്. ആ കോട്ട ഭേദിച്ച് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് സമയവും പ്രയത്നവും അത്യാവശ്യമാണ്. പക്ഷേ അനായാസമായിട്ടാണ് ഒക്ടേവിയൻ്റെ പട അവിടെ അതിക്രമിച്ച് കയറുന്നത്. അതിൻ്റെ കാരണം അവരുടെ എണ്ണക്കൂടുതൽ തന്നെയാണ്. അത്രയധികം വലിയ ബൃഹത്തായിട്ടുള്ള ഒരു സൈന്യമാണ് ആ കോട്ടയുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയത്. ക്ലിയോപാട്രയുടെ അഡ്വൈസേഴ്സ് ഓടി ക്ലിയോപാട്രയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അവർ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേരാം. പക്ഷേ ക്ലിയോപാട്രയുടെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു, ഒരു സന്ദേശമുണ്ടായിരുന്നു. അവൾ നേരത്തെ തന്നെ എഴുതി വെച്ച ഒരു സന്ദേശം. ഒരു അഡ്വൈസറിൻ്റെ കയ്യിൽ ആ സന്ദേശം കൊടുത്തു വിടുന്നുണ്ട്. മറ്റാരുടെയും കയ്യിൽ പോകരുത്, രഹസ്യമായിട്ട് ഇത് മാർക്ക് ആൻ്റണിയുടെ കയ്യിലെത്തിക്കണം. ഇത് പറഞ്ഞിട്ട് ക്ലിയോപാട്രയും മറ്റ് അഡ്വൈസേഴ്സും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അവർ ഓടിപ്പോകുന്നത് ക്ലിയോപാട്രയുടെ തന്നെ ശവകുടീരത്തിലേക്കാണ്. ക്ലിയോപാട്ര മനോഹരമായിട്ടുള്ള ബൃഹത്തായ ഒരു ടോംബ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വിശ്രമിക്കാനുള്ള, അവളുടെ ശവശരീരം അടക്കം ചെയ്യാനുള്ള ഒരു ടോംബ്. ആ ടോംബിൻ്റെ ഉള്ളിലേക്കാണ് ഇവർ പോകുന്നത്. വെറും കൈയോടുകൂടിയല്ല, ഈജിപ്തിലെ വളരെയധികം അമൂല്യമായിട്ടുള്ള ചില സ്വത്തുക്കളുമായിട്ടാണ് പോകുന്നത്. സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചില പ്രതിമകൾ, സ്വർണങ്ങൾ തന്നെ കട്ട രൂപത്തിലുള്ളത്, അതുപോലെ അമൂല്യമായിട്ടുള്ള രത്നങ്ങൾ, അങ്ങനെ ധാരാളം സ്വത്തുക്കളുമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ഇതിൻ്റെ പിന്നിൽ വ്യക്തമായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. ഒക്ടേവിയൻ ഇത്രയും വലിയ ഒരു പടയുമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ പടയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം ഒക്ടേവിയൻ കൊടുക്കേണ്ടതാണ്. കുറേയധികം കമാൻഡർമാർ സറണ്ടർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം പല പണവും സ്വത്തുമൊക്കെ അയാൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അമൂല്യമായിട്ടുള്ള സ്വർണവും രത്നവും. അത് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ ക്ലിയോപാട്രയ്ക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഒരുപക്ഷെ ഇതെല്ലാം വിട്ടുകൊടുത്തിട്ട് അവൾക്ക് ഈ രാജ്യം തന്നെ തിരിച്ചു പിടിക്കാനും സാധ്യമായേക്കും. ഈ ഒരു പ്രതീക്ഷയുമായിട്ടാണ് അവൾ ആ ടോമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ലിയോപാട്ര കൊടുത്തുവിട്ട ആ കത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല. കഥകളിലും നാടകങ്ങളിലും സിനിമകളിലുമൊക്കെ പറയുന്നത് ആ കത്ത് മാർക്ക് ആൻ്റണിക്ക് അയച്ചു കൊടുത്തത് ക്ലിയോപാട്ര അല്ല എന്നാണ്. അങ്ങനെ മാർക്ക് ആൻ്റണി ആ കത്ത് കാണുകയും അതിനുശേഷം അയാൾ സ്വയം കുത്തി മരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മരണമടയുന്നതിന് മുൻപ് തന്നെ ക്ലിയോപാട്ര ജീവനോടെ ഉണ്ട്, അവൾ ആ ടോമിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വാർത്ത മാർക്ക് ആൻ്റണിയിൽ എത്തിച്ചേരുന്നു. ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയുകയില്ല. കാരണം ചരിത്രത്തിൽ അതൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു കത്ത് ലഭ്യമായിട്ടുണ്ട്. ആ കത്ത് വായിച്ചതിന് ശേഷം അയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലിയോപാട്ര പിന്നീട് ടോമിൻ്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ടോംബിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലയാൾ വിജയിക്കുന്നുമുണ്ട്. ടോംബിൽ എത്തിച്ചേർന്ന് ഒടുവിൽ ക്ലിയോപാട്രയുടെ മടിയിൽ കിടന്ന് അയാൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു മരണമാണ് അയാൾക്ക് സംഭവിച്ചത്. അയാളുടെ മരണം സംഭവിച്ച് അധികം വൈകാതെ തന്നെ ആ പട അതിക്രമിച്ച് ആ ടോംബിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അതോടുകൂടി ക്ലിയോപാട്രയുടെ അവശേഷിച്ച ആ പ്രതീക്ഷയും ഇല്ലാതെയായി. ഇനി ഈ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ ഉപയോഗിച്ച് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. മുൻപിൽ ഒരു മാർഗവുമില്ല, ഒരു വഴിയുമില്ല. പരാജയം അത് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. ഈ ഒരു ടോംബിൽ വെച്ച് മോശമായ രീതിയിൽ ഭടന്മാർ ക്ലിയോപാട്രയോട് പെരുമാറി എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പീഡിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ അവളെ ഒരു രാജ്ഞിയായിട്ട് തന്നെയാണ് കരുതി പോകുന്നതെന്ന് പറയുന്ന ചരിത്രകാരന്മാരുമുണ്ട്. ഈ കാര്യങ്ങളൊന്നും ശരിക്കും എഴുതി വച്ചിട്ടില്ല. ആ ടോംബിൽ വെച്ച് ക്ലിയോപാട്രയെ കീഴടക്കി എന്ന് മാത്രമാണ് പറയപ്പെടുന്നത്. അവരെങ്ങനെയാണ് ക്ലിയോപാട്രയെ ട്രീറ്റ് ചെയ്തതെന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ കുറച്ച് ദിവസം കൂടി ആ ഒരു വലിയ സൈന്യം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ക്ലിയോപാട്രയും കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം മാത്രം റോമിലേക്ക് മടങ്ങിപ്പോയാൽ മതിയെന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒക്ടേവിയൻ ക്ലിയോപാട്രയെ നേരിട്ട് കാണുന്നുണ്ട്. ക്ലിയോപാട്രയ്ക്ക് അപ്പോൾ ഒരു വിഷമവും കാണാൻ സാധിക്കുന്നില്ല. അവളുടെ മുഖത്ത് തെളിഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഒക്ടേവിയന് വ്യക്തമായിട്ട് തന്നെ അറിയാം. ക്ലിയോപാട്രയുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തിയെന്നുള്ള ഒരു ചിന്ത അവളിലുണ്ട്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഒക്ടേവിയനിൽ നിന്നും അപ്പോൾ ക്ലിയോപാട്രയ്ക്ക് കേൾക്കേണ്ടി വന്നത്. നിൻ്റെ മക്കളെ ഞാൻ കണ്ടു, നിന്നെ പോലെ തന്നെയാണ് അവർ ഇരിക്കുന്നത്, പ്രത്യേകിച്ചും നിൻ്റെ ഇളയ മകൾ.
അവൾ നിൻ്റെ ഒരു ചെറിയ രൂപം തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരെ വിശ്വസ്തരുടെ കൂടെ അയച്ചതാണ്. പക്ഷേ എന്തോ ഒരു ചതി സംഭവിച്ചിരിക്കുന്നു. അവരെ ഒക്ടേവിയന് ലഭ്യമായിരിക്കുന്നു. ഒക്ടേവിയന് ക്ലിയോപാട്രയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. അയാൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് നിങ്ങളെ എല്ലാവരെയും പിടിച്ചു കെട്ടി റോമിലേക്ക് കൊണ്ടുപോവുക എന്നതാണ്. നിന്നെയും നിൻ്റെ മക്കളെയും ഒപ്പം മാർക്ക് ആൻ്റണിയെയും. പക്ഷേ മാർക്ക് ആൻ്റണി മരിച്ചുപോയി. പക്ഷേ നിങ്ങൾ ജീവനോടുകൂടി തന്നെ ഉണ്ട്. നിങ്ങളെല്ലാവരെയും പിടിച്ചു കെട്ടി ചങ്ങല കൊണ്ട് വലിച്ച് റോമൻ തെരുവിലൂടെ എനിക്ക് കൊണ്ടുപോകണം. ഒടുവിൽ എല്ലാവരെയും സാക്ഷിയാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ തലയറുത്ത് മാറ്റണം. അത് റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിൻ്റെ പടുകുഴിയാണ്. ക്ലിയോപാട്രയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇനി എന്താണ് തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു കാര്യം മാത്രമേ സാധ്യമാവുകയുള്ളൂ. തൻ്റെ മക്കളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നതല്ല, പക്ഷേ തനിക്ക് സ്വയം രക്ഷപ്പെട്ടു പോകാൻ സാധിക്കുന്നതാണ്. പിന്നീട് അടുത്ത ദിവസം അവൾ ഒരു കത്തെഴുതി അവൾക്ക് കാവലായി നിർത്തിയിരിക്കുന്ന ഒരു സൈനികൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. വേറെ ആരുടെയും കയ്യിൽ കൊടുക്കാതെ ഒക്ടേവിയൻ്റെ കയ്യിൽ തന്നെ ഈ കത്ത് കൊടുക്കുക. ആ ഒരു സൈനികനായിരുന്നു ക്ലിയോപാട്രയുടെ ചുമതല ഉണ്ടായിരുന്നത്. ക്ലിയോപാട്ര മറ്റെവിടേക്കും പോകാതിരിക്കാനുള്ള ചുമതല. പക്ഷേ ആ ഒരു സൈനികൻ ക്ലിയോപാട്രയുടെ അറയിലുണ്ടായിരുന്നെങ്കിലും അറയുടെ വെളിയിലായിട്ട് അനേകം സൈനികർ കാവൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ കുറച്ചു നേരത്തേക്ക് വെളിയിലേക്കൊന്ന് പോയെന്ന് കരുതി ക്ലിയോപാട്ര അവിടെ നിന്നും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. കത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ കത്തിലുള്ള കണ്ടൻറ്റ് എന്താണെന്ന് അയാൾക്ക് അറിയുകയില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ ഒക്ടേവിയനിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അയാൾ ആ കത്തുമായിട്ട് ഒക്ടേവിയൻ്റെ അടുത്തേക്ക് പോകുന്നു. ഒക്ടേവിയൻ ആശ്ചര്യത്തോടു കൂടി തന്നെയാണ് ആ കത്ത് കണ്ടത്. എന്താണിപ്പോൾ പ്രത്യേകിച്ച് എന്നോട് പറയാനുള്ളത്? എന്തെങ്കിലും അപേക്ഷയായിരിക്കാം, എന്നെയും മക്കളെയും വെറുതെ വിടണമെന്നായിരിക്കാം. അതെന്തായാലും ഒരിക്കലും ചെയ്യാൻ പോകുന്നില്ല. അവൾക്കൊരവസരം കൊടുത്തതാണ്. മാർക്ക് ആൻ്റണിയെ കൊന്നിരുന്നെങ്കിൽ അവളെ വെറുതെ വിടാമായിരുന്നു. എന്തായാലും അയാൾ ആ കത്ത് മേടിച്ച് വായിച്ച് നോക്കുന്നുണ്ട്. ആ കത്തിനകത്ത് പറയുന്നത് എന്നെയും മാർക്ക് ആൻ്റണിയെയും ഒന്നിച്ച് എൻ്റെ ടോമ്പിൽ തന്നെ അടക്കണമെന്നാണ്. ആദ്യം അത് വായിച്ചപ്പോൾ അയാൾക്ക് മനസ്സിലായില്ല അതെന്താണ് അങ്ങനെ പറഞ്ഞത്. മാർക്ക് ആൻ്റണി ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അയാളെ എന്തായാലും റോമിലോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവിടെ വെച്ച് തന്നെ അയാളെ കത്തിച്ച് കളയുകയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ക്ലിയോപാട്രയെ റോമിലേക്കാണല്ലോ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് രണ്ടുപേരും ഒരുമിച്ച് അടക്കുന്നത്? പെട്ടെന്നാണ് ഒരു കൊള്ളിമിന്നൽ അയാളുടെ തലയിലേക്ക് ഏൽക്കുന്നത്. അയാൾ അവിടെ നിന്നും ഓടി ക്ലിയോപാട്രയുടെ അറയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. അവൾ അവളുടെ അഡ്വൈസേഴ്സിനോടൊപ്പം തന്നെ ആ ശയ്യയിൽ മരണമടഞ്ഞ് കിടക്കുകയാണ്. സിനിമകളിലൊക്കെ പറയുന്നത് പാമ്പിൻ്റെ കടിയേറ്റാണ് ക്ലിയോപാട്ര മരിച്ചതെന്നാണ്. ആളുകൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. രഹസ്യമായിട്ട് ആ അറയിലെത്തിച്ച ഒരു പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുകയായിരുന്നു. പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കുക എന്ന് പറയുന്നത് ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ധീരതയുടെ ഒരു പ്രതീകം തന്നെയാണ്. പാമ്പിൻ്റെ കടിയേറ്റ് ഒരു രക്തസാക്ഷിയായിട്ടാണ് ക്ലിയോപാട്ര മരണമടഞ്ഞതെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ചും ഈജിപ്ഷ്യൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കാം സിനിമകളിലൊക്കെ അത്തരത്തിലുള്ള പ്രചാരങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ചരിത്രത്തിൽ എങ്ങനെയാണ് ക്ലിയോപാട്ര മരിച്ചതെന്ന് വ്യക്തമല്ല. വിഷം കൊണ്ട് മരിക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ പാമ്പിൻ്റെ വിഷമാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. എന്തായാലും ക്ലിയോപാട്ര ആ വലിയൊരു നാണക്കേടിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ പിന്നീട് ഇന്ന് വരെ നമുക്ക് ക്ലിയോപാട്രയുടെയും മാർക്ക് ആൻ്റണിയുടെയും ശവശരീരത്തിൻ്റെ അവശിഷ്ടം ലഭ്യമായിട്ടില്ല. അവരുടെ ടോംബ് നിന്ന പ്രദേശത്തൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു തെളിവും ലഭ്യമായിട്ടില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞു എന്നാണ്. ഈജിപ്തിലാണ് അടക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ മമ്മിഫൈ ചെയ്തിട്ട് ശവശരീരം കേടുകൂടാതെ ഒരു ടോംബിൽ അല്ലെങ്കിൽ ഒരു പിരമിഡിൽ സൂക്ഷിക്കുന്നത്. പക്ഷേ റോമാക്കാരുടെ ആചാരം അനുസരിച്ച് ശവശരീരം ദഹിപ്പിക്കുകയാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടുപേരുടെയും ശവശരീരം ദഹിപ്പിച്ചിട്ടുണ്ടാകും. റോമിലേക്കുള്ള യാത്രയാണ് പിന്നീട് സംഭവിക്കുന്നത്. മക്കളുമായിട്ടാണ് റോമിലേക്ക് പോകുന്നത്. ക്ലിയോപാട്രയും മാർക്ക് ആൻ്റണിയെയും കൊണ്ടുപോകാൻ സാധ്യമായില്ല. 4 കുട്ടികളുണ്ട്. മൂത്ത ആൾ സിസേറിയൻ. സീസറിൽ ക്ലിയോപാട്രയ്ക്കുണ്ടായ കുഞ്ഞാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെയും മാർക്ക് ആൻ്റണിക്ക് ക്ലിയോപാട്രയിൽ ഉണ്ടായതാണ്. അവരെ റോമിൽ എത്തിക്കുന്നുണ്ട്. റോമിലൂടെ അതിദാരുണമായിട്ടാണ് അവരെ പരേഡ് നടത്തുന്നത്. ക്ലിയോപാട്രയുടെ ഒരു ആൾ രൂപം അവർ വെങ്കലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലായിട്ട് നല്ല കട്ടിയുള്ള ചങ്ങലയുണ്ട്. സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലയാണെന്നാണ് പറയുന്നത്. നല്ല വലിപ്പമുള്ള ചങ്ങല തന്നെയാണ്. ആ ചങ്ങല കെട്ടിയിരിക്കുന്നത്
ഈ 4 കുട്ടികളുടെ ശരീരത്തായിട്ടാണ്. ശേഷം ഈ പ്രതിമയെയും കുട്ടികളെയും അവിടെ നിന്നും വലിച്ചിഴച്ച് തന്നെയാണ് കൊണ്ടുപോകുന്നത്. കുട്ടികൾ തെരുവിലൂടെ കയ്യിലും കാലിലും ചങ്ങലയായിട്ട് നടന്നല്ല പോകുന്നത്. കയ്യിലും കാലിലും ചങ്ങല ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേഗത്തിൽ നടക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ ചങ്ങല ശക്തമായ വേഗതയിലാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ വെച്ചും അവർ നിലത്തുകൂടെ ഒരഞ്ഞാണ് പോകുന്നത്. ഈ അതിദാരുണമായിട്ടുള്ള കാഴ്ച റോമിലുള്ള ആളുകളെ വലിയ രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളാണ് അങ്ങനെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒക്ടേവിയൻ അതെല്ലാം കണ്ട് രസിക്കുകയായിരുന്നു. ശക്തനായിട്ടുള്ള ഒരു ജനറൽ തന്നെയാണ് ഒക്ടേവിയൻ. പക്ഷേ അതുപോലെ തന്നെ വലിയൊരു ക്രൂരനും കൂടിയായിരുന്നു. ഇതിനെല്ലാം ശേഷം ഒടുവിൽ അയാൾ സിസേറിയനെ കൊല്ലുന്നുണ്ട്. കാരണം സിസേറിയൻ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. സിസേറിയൻ മാർക്ക് ആൻ്റണിയുടെ അല്ല, സീസറിൻ്റെ മകനാണ്. സീസറിനെ റോമക്കാർക്ക് വലിയ കാര്യമാണ്. മാർക്ക് ആൻ്റണിയോടും വലിയ സ്നേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഈ സംഭവങ്ങൾ കാരണം ആ സ്നേഹമെല്ലാം തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സീസർ ഇപ്പോഴും ഒരു വലിയ ഹീറോ തന്നെയാണ്. സിസേറിയൻ ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത് ഒക്ടേവിയനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ആ സിസേറിയനെ കൊന്നു തള്ളുന്നുണ്ട്. അവശേഷിച്ച 3 കുട്ടികളും മാർക്ക് ആൻ്റണിയുടെ കുട്ടികൾ തന്നെയാണ്. ആ 3 കുട്ടികളെയും ഏൽപ്പിക്കുന്നത് ഒക്ടേവിയൻ്റെ സഹോദരിയായ ഒക്ടേവിയയ്ക്കാണ്. ഒക്ടേവിയ മാർക്ക് ആൻ്റണിയുടെ മുൻ ഭാര്യയാണ്. മാർക്ക് ആൻ്റണി ഒക്ടേവിയെ വിവാഹം ചെയ്യുന്ന ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടേവിയയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞുങ്ങളോടൊരു ദേഷ്യം ഉണ്ടാകേണ്ടതാണ്. ആ ദേഷ്യം എങ്ങനെയാണ് ഇവരിൽ പ്രകടിപ്പിച്ചതെന്ന് നമുക്കറിയത്തില്ല. അതിൻ്റെ ചരിത്ര രേഖകൾ ഒന്നും തന്നെ ഇല്ല. ആ 2 ആൺകുട്ടികളെക്കുറിച്ച് പിന്നീട് ഒരു കാര്യവും നമുക്ക് ലഭ്യമായിട്ടില്ല. ചരിത്രത്തിൽ നിന്നും അവർ മാഞ്ഞു പോവുകയാണ്. പക്ഷേ ആ പെൺകുഞ്ഞ് ക്ലിയോപാട്ര സെലീനി എന്നാണ് അവളുടെ പേര്. അവൾ പിന്നീട് ചരിത്രത്തിൽ തുടർന്ന് പോകുന്നുണ്ട്. കാരണം അവളെ വിവാഹം ചെയ്യുന്നത് ഒരു രാജാവായിരുന്നു, ഒരു ജനറലായിരുന്നു. ജൂബ ഓഫ് മൗറീഷ്യാനെയാണ് വിവാഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരു റാണിയായി മാറാൻ സാധ്യമായി. ക്ലിയോപാട്രയ്ക്ക് ശേഷം ക്ലിയോപാട്രയുടെ മകൾ മറ്റൊരു ആഫ്രിക്കൻ റാണിയായിട്ട് മാറി. ക്ലിയോപാട്ര സെലീനി ക്ലിയോപാട്രയെ പോലെ തന്നെ ആയിരുന്നു. അവളുടെ ജീവിതചര്യകളും അതുപോലെ തന്നെ ആയിരുന്നു. മിക്കപ്പോഴും വായനശാലകളിൽ തന്നെയായിരുന്നു അവളുടെ ശ്രദ്ധ. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ഒരുപാട് ഭാഷ അവൾക്ക് വശമുണ്ടായിരുന്നു. ക്ലിയോപാട്ര 7 ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ടോംബ്, ഒരു ശവകുടീരം ക്ലിയോപാട്ര സെലീനിയും ഉണ്ടാക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. അതിൻ്റെ അവശേഷിപ്പ് ഇപ്പോഴുമുണ്ട്. സെലീനിക്ക് ക്ലിയോപാട്രയോട്, തൻ്റെ അമ്മയോട് വലിയൊരു സ്നേഹമുണ്ടായിരുന്നു എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. അവൾ ഈജിപ്തിൽ പലപ്പോഴായിട്ട് പോകാറുണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്നും ചില അമൂല്യമായിട്ടുള്ള സ്റ്റാച്ചുകളും മറ്റ് പദാർത്ഥങ്ങളുമൊക്കെ അവളുടെ ടോമിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരത്തോട് വലിയ രീതിയിലുള്ള സ്നേഹമാണ് അവൾക്കുണ്ടായിരുന്നത്. പിന്നീട് അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്നുണ്ട്. അവളുടെ കാലശേഷം ആ കുഞ്ഞ് ആ രാജ്യം ഭരിക്കുന്നുമുണ്ട്. അതായത് ക്ലിയോപാട്രയുടെ മകളുടെ മകൻ, കൊച്ചുമകൻ, ആ കൊച്ചുമകനും ഒരു രാജാവായിട്ട് മാറുന്നുണ്ട്. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് ക്ലിയോപാട്ര 7. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ക്ലിയോപാട്ര 7നെ എല്ലാവരും ഓർത്തിരിക്കും. യുദ്ധത്തിൽ വിജയം ഒക്ടേവിയനായിരുന്നു. ഒക്ടേവിയൻ പിന്നീട് അഗസ്റ്റസ് സീസർ എന്ന പേരിൽ അറിയപ്പെടുന്നുമുണ്ട്. ചരിത്രത്തിൽ അഗസ്റ്റസ് സീസറിനും വലിയ പങ്ക് തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് എത്ര കാലം തുടർന്നു പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ചരിത്രം ഇവിടെ ഉള്ളിടത്തോളം കാലം, മനുഷ്യരിവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ക്ലിയോപാട്രയെ ആരും മറക്കാൻ പോകുന്നില്ല. ക്ലിയോപാട്രയെക്കുറിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലിയോപാട്രയുടെ ഈജിപ്തിലുള്ള ഒരാൾ പോലും ക്ലിയോപാട്രയുടെ ചരിത്രം എഴുതിയിട്ടില്ല. ക്ലിയോപാട്രയുടെ ശത്രു രാജ്യമായ, അല്ലെങ്കിൽ ഒടുവിൽ അവളെ ഇല്ലായ്മ ചെയ്തിട്ടുള്ള റോമിലെ എഴുത്തുകാരാണ് അവളെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ആ ഒരു വേർഷൻ മാത്രമാണ് നമുക്കറിയാവുന്നത്. ആ വേർഷൻ അറിയാൻ ശ്രമിക്കുമ്പോൾ പോലും അവൾ ഒരു മിടുക്കിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവളുടെ ചരിത്രം വ്യക്തമായിട്ട് അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവളെ ഇന്നും ആളുകൾ ഓർത്തിരിക്കുകയാണ്. എക്കാലത്തും അവളെ ഓർത്തിരിക്കുന്നതാണ്. കാരണം അവൾ വെറും ഒരു സൗന്ദര്യത്തിൻ്റെ രൂപം മാത്രമായിരുന്നില്ല, അറിവിൻ്റെ നിറകുട കൂടിയായിരുന്നു. അവൾ ഒരു പോരാളിയായിരുന്നു. അവൾ ഇന്നും ജീവിക്കുന്നു മനുഷ്യരുടെ മനസ്സിലൂടെ, വായനകളിലൂടെ, പുസ്തകങ്ങളിലൂടെ, അറിവിലൂടെ തുടർന്നു പോവുകയാണ്.